നരേന്ദ്രമോദിയും ബി ജെ പിയും കനത്ത പരാജയഭീതിയിലാണ്. ആ പരാജയഭീതി മൂടിവെക്കാൻ വേണ്ടിയാണ് കൂടി അവരെപ്പോഴും മൂന്നാം വട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഊഴത്തെപ്പറ്റി നരേന്ദ്രമോദി പറയുന്ന ഓരോ സന്ദർഭത്തിലും ആ മനസ്സിലെ ഭയപ്പാടാണ് പുറത്തേക്കെത്തുന്നത്. ഏറ്റവും അധികം എം പിമാർ ജയിച്ചു വരേണ്ട നോർത്ത് ഇന്ത്യ വിട്ടുകൊണ്ട് നരേന്ദ്രമോദി മിക്കവാറും എല്ലാ ദിവസവും സൗത്ത് ഇന്ത്യയിലുണ്ട്. ഇത്രയും തിരക്കേറിയ പ്രധാനമന്ത്രി മൂന്നാം വട്ടവും എത്തി, നാലാം വട്ടവും എത്തി കേരളത്തിലേക്ക്. ഇപ്പോൾ പാലക്കാട്ടുണ്ട്. 2 വട്ടം തൃശ്ശൂർ, 1ഉം 2ഉം വട്ടം തൃശ്ശൂർ, 3ആം വട്ടം പത്തനംതിട്ട, 4ആം വട്ടം പാലക്കാട്. മിക്കവാറും 5ആം വട്ടവും വരും മോദി. ഇലക്ഷൻ ക്യാമ്പയിൻ തീരും മുമ്പ് നരേന്ദ്രമോദി വീണ്ടും വരും കേരളത്തിൽ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പരാജയഭീതി പൂണ്ട ഒരാളിൻ്റെ വെപ്രാളങ്ങളാണ്. ഒറ്റ വരവിലും കേരളം ചോദിക്കുന്ന, ഇന്ത്യ ചോദിക്കുന്ന ഗൗരവമേറിയ ചോദ്യങ്ങൾക്കൊന്നിനു പോലും ഉത്തരം പറയാൻ വാചാലതയിൽ 1ാം സ്ഥാനം കിട്ടാവുന്ന ഈ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യം ഒന്ന് മാത്രമാണ്. ഇപ്പോൾ 4ആം വട്ടവും ഇവിടെ വന്നു പോകുന്ന ഈ മോഡിക്ക് ഒരു തവണ പോലും, അരമണിക്കൂർ പോലും എന്തുകൊണ്ടാണ് മണിപ്പൂരിലേക്ക് പോകാൻ നേരം കിട്ടാത്തത്? ഇപ്പോൾ ചോദിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും മതേതര ഇന്ത്യയും എത്രയോ കാലമായി ചോദിക്കുന്നു, എന്തേ നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോകുന്നില്ല? ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന വടക്ക് കിഴക്കൻ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ മണിപ്പൂരിൽ, അവിടെ കഴിഞ്ഞ കൊല്ലം മെയ് മാസം 3 മുതൽ കലാപത്തിൻ്റെ തീ ആളിക്കത്തുകയാണ്. സംഘർഷങ്ങൾ, മരണങ്ങൾ, തീവയ്പ്പുകൾ, കൊലപാതകങ്ങളെല്ലാം ഉണ്ടാവുകയാണ്. ബലാത്സംഗങ്ങൾ, അതിൻ്റെ പരമ്പരകൾ, അതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. 2 സ്ത്രീകൾ പൂർണ്ണമായും നഗ്നരാക്കപ്പെട്ട് ഓടുന്ന കാഴ്ച ഇന്ത്യയുടെ മനസ്സിലുണ്ട്. ഭ്രാന്ത് പിടിച്ച മൃഗങ്ങളാൽ, മനുഷ്യമൃഗങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ആ സ്ത്രീകൾ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ത്യയോട് പറയുകയാണ്, രക്ഷിക്കുമെന്ന്. രക്ഷിക്കേണ്ട ആൾ, പ്രധാനമന്ത്രി അത് കേട്ട ഭാവത്തിൽ ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഒറ്റ അക്ഷരം ഉച്ചരിച്ചിട്ടില്ല ഇതുവരെ. അദ്ദേഹമാണ് ബേഠി ബച്ചാവോ എന്ന് പറയുന്നത്. ബേഠി ബച്ചാവോ എന്ന വാക്കിൻ്റെ അർത്ഥം പെൺമക്കളെ രക്ഷിക്കുമെന്നാണെങ്കിൽ ഇന്ത്യയുടെ പെൺമക്കളെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് മണിപ്പൂർ പറയുകയാണ്.